അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ നമ്മുടെ പഠന ക്ലാസ് നടക്കാറുള്ളത് ഇശാ നമസ്കാരത്തിൻ്റെ ശേഷമാണ്. ഇന്ന് നമ്മൾ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ആർക്കെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ തഫ്സീർ പഠന ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 82-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻഫിത്താറാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ അവതീർണമായ സൂറത്തുൽ ഇൻഫിത്താറിൽ 19 ആയത്തുകളാണുള്ളത്. അതിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت. ഈ 4 ആയത്തുകൾ ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി ഈ ലോകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. അതിൽ 2 കാര്യങ്ങൾ ഉപരിലോകത്തും 2 കാര്യങ്ങൾ ഭൂമിയിലുമാണ് നടക്കുന്നത്. അഥവാ ആകാശം, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, അവ രണ്ടും മുകളിലാണ്. ഇദ സമാഉൻ ഫതറത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, വഇദൽ കവാകിബുൻ തസറത്, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ. അപ്പോൾ ലോകം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് സംഭവിക്കുന്ന 4 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ആകാശത്ത് സംഭവിക്കുന്നതാണ് ഇവിടെ ഈ അധ്യായത്തിൽ എടുത്തു പറഞ്ഞത്. അതിൻ്റെ ശേഷം പറഞ്ഞു വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടലുകൾ, സമുദ്രങ്ങൾ അത് ഇളക്കി മറിക്കപ്പെടുമ്പോൾ, പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ. അതേപോലെ തന്നെ ഇദൽ ഖുബൂറു ബുഅ്സിറത്ത്, ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ. എന്താണ് ഈ ആയത്ത് കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇനി നമ്മൾ 5-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി ഇതെല്ലാം സംഭവിച്ചു. അപ്പോൾ എന്താണ് നടക്കുക? ലോകം അവസാനിക്കും, അല്ലേ? ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഇത് മാത്രമല്ല, ധാരാളം അടയാളങ്ങളുണ്ട്. പണ്ഡിതന്മാർ അൽ ഖിയാമത്തു സുഗ്റ വൽ ഖിയാമത്തുൽ കുബ്ര എന്നൊക്കെ പറഞ്ഞ് ചെറിയ അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ, ആ വലിയ അടയാളങ്ങളിൽ തന്നെ 10ഓളം വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ, അത് സംഭവിക്കുന്നതോടുകൂടെ ലോകം അവസാനിക്കും എന്നൊക്കെ വിശദീകരിച്ചത് ഹദീസുകളിലും ചരിത്രങ്ങളിലുമൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം അവസാനിക്കുകയാണ്. ലോകം അവസാനിച്ചാൽ പിന്നെ എന്താണ് നടക്കുന്നത്? ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞു അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്. അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്. അതാണ് ഈ അധ്യായത്തിലെ 5-ാമത്തെ ആയത്ത്. അലിമത്ത്, അറിയുന്നതാണ്. ഇൽമ്, അറിവാണ്, നമുക്കറിയാം. അലിമ, അറിഞ്ഞു. അലിമത്ത്, അറിയുന്നതാണ്. നഫ്സുൻ, നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ. ഇവിടെ നഫ്സ്, ഹൃദയം എന്ന അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആത്മാവ്, ദേഹം, ഓരോ വ്യക്തിയും. അലിമത്ത് നഫ്സുൻ, ഓരോ വ്യക്തിയും, ഓരോ ദേഹവും, ഓരോ ആത്മാവും അറിയും, അല്ലെങ്കിൽ അറിയുന്നതാണ്. എന്ത്? മാ ഖദ്ദമത്ത്, മാ ഖദ്ദമത്ത്, അത് മുന്തിച്ചത്. ഏത്? ആ നഫ്സ് മുന്തിച്ചത്, അല്ലെങ്കിൽ ഒരു വ്യക്തി മുന്തിച്ചത്, അത് എന്താണോ അയാൾ അത് അറിയും. വ അഖറത്, അഖറത്ത്, ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം. വ അഖറത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്തിച്ചത്, അത് ബാക്കിയാക്കിയത്. വ അഖറത്ത്, അത് പിന്തിക്കുക.
അപ്പോൾ എന്താ ഇതിൻ്റെ ഒന്നായിട്ട് നമ്മൾ അർത്ഥം പറയാം? അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്. അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്, അല്ലേ? അപ്പോൾ ഓരോ ആളും ഓരോ വ്യക്തിയും താൻ മുൻപ് ചെയ്തു വെച്ചതും ചെയ്യാതെ പിന്നോക്കം വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്. ചിലപ്പോൾ മനസ്സിലാകാൻ ഉണ്ടാവും. ഇൻഷാ അല്ലാ അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും എന്തൊക്കെയാണോ ചെയ്തത് അത് അയാൾ അറിയും. അതേപോലെ തന്നെ അയാൾ ചെയ്യാതെ ബാക്കി വെച്ചത് എന്താണോ അതും അയാൾ അറിയും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഈ ചെയ്തു വെച്ചത്, എന്താണ് ചെയ്യാൻ ബാക്കി വെച്ചത് എന്ന് ഇൻഷാ അല്ലാ അതിൻ്റെ തഫ്സീർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ആയത്തിൽ പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഒരുപാട് വിവരണങ്ങൾ, വ്യത്യസ്തമായ പല വീക്ഷണങ്ങളിലൂടെ ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പം അതിൽ ഓരോ മനുഷ്യനും അവൻ മുൻകൂട്ടി ചെയ്തതും പിന്തിച്ചതും അവൻ കണ്ടെത്തും. ലോകം അവസാനിച്ചാൽ ഒരു മനുഷ്യൻ അയാളുടെ പ്രവർത്തികൾ, അയാളുടെ കർമ്മങ്ങൾ അയാൾ കണ്ടെത്തും. അത് ചെയ്തത് കാണും, ചെയ്യാൻ ബാക്കി വെച്ചതും കാണും. മനസ്സിലായില്ലേ? ധാരാളം പ്രവർത്തികളുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തൊക്കെ ചെയ്തു. ഈ ഒരു ദിവസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സമയത്തിനിടയിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ നാളെ നമ്മൾ കണ്ടെത്തും. ഇന്നത്തെ ദിവസം നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടും വിട്ടേച്ചു പോയ കാര്യങ്ങളുണ്ട്, ഒഴിവാക്കിയ കാര്യങ്ങളുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളുണ്ട്, അതും നമ്മൾ കണ്ടെത്തും. മനസ്സിലല്ലേ? അതും നമുക്ക് നാളെ കാണാൻ പറ്റും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ആയത്ത് പഠിക്കുമ്പോൾ സുപ്രധാനമായ ധാരാളം തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്. മാ ഖദ്ദമത് വ അഖറത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത്. അതിൽ തർക്കമല്ല. മാ ഖദ്ദമത്ത് അവൻ ചെയ്തു വെച്ചതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് അവൻ ചെയ്തത്, അവൻ പ്രവർത്തിച്ചത്, നമ്മളൊക്കെ ചെയ്ത കാര്യങ്ങൾ, അത് നാളെ നമ്മൾ കണ്ടെത്തും. അതിലാർക്കും സംശയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും, അല്ലേ? അതിൻ്റെ കർമ്മരേഖ അല്ലാഹു നൽകും. നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ കർമ്മരേഖ നൽകും. അപ്പോൾ അതിലാർക്കും സംശയമല്ല, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടത് കൈയിലും വലത് കൈയിലൊക്കെ ഗ്രന്ഥം നൽകുന്ന ആൾക്കാരുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ചെയ്തികളാണ്, നമ്മുടെ പ്രവർത്തികളാണ്, ഈ ലോകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതാണ് മാ ഖദ്ദമത്ത്. എന്നാൽ അഖറത്ത് എന്ന് പറഞ്ഞാൽ, പിന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളാകുന്നു എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത്. അഥവാ ഓരോ മനുഷ്യന്മാരും നമ്മൾ ചെയ്ത് തീർക്കാതെ വിട്ടുകളഞ്ഞതായ എല്ലാ കർമ്മങ്ങളും, ഇപ്പം നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അതേപോലെ തന്നെ നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഹജ്ജ് ചെയ്യാൻ ശേഷി ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ട്, അങ്ങനെ എന്തൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞോ അതൊക്കെ നമ്മൾ കണ്ടെത്തും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊരു ഭീകരമായ രംഗമായിരിക്കും. നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ കാണുന്നു, ചെയ്ത നന്മകൾ, ചെയ്ത തിന്മകൾ, ഇതൊക്കെ കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വിട്ടേച്ചു പോയ കാര്യങ്ങൾ, നമ്മൾ ഒഴിവാക്കിയ കാര്യങ്ങൾ, അതും നമ്മൾ കാണുകയാണ്. ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ഇതൊക്കെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലോകം അവസാനിക്കുമ്പോൾ, ലോകാവസാനത്തിൻ്റെ സമയത്ത് മനുഷ്യൻ അവൻ ചെയ്തു വെച്ചതൊക്കെ കാണും. അതേപോലെ തന്നെ അവൻ വിട്ടേച്ചു പോയത് എന്ത് ചെയ്യും? അവൻ കാണും. അതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, അതേപോലെ തന്നെ മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖറത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് മറ്റു ചില പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം. മനസ്സിലായോ? ഒന്ന് ചെയ്തു വെച്ചത് മാ ഖദ്ദമത്തിൽ സംശയമല്ല. ഒമാ അഖറത്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു നമ്മൾ ചെയ്യാതെ വിട്ടേച്ചു പോയ കാര്യങ്ങളാണ്, ഒഴിവാക്കിയ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കാണും. വേറൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞു മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കുന്ന നമ്മുടെ സത്തുണ്ട്, അതേപോലെ തന്നെ പിന്നെ നമ്മൾ ബാക്കിയാക്കിയ അസറാക്കി വെച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് അറബി കോളേജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മദ്രസ ഉണ്ടാക്കി, അങ്ങനെ കുറേ നന്മകളിൽ നമ്മൾ പങ്കുകാരായിട്ടുണ്ടാവും, അല്ലേ? നന്മകളിൽ നമ്മൾ പങ്കുകാരായിട്ടുണ്ട്. നമ്മൾ ആ നന്മ പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ നന്മകളിൽ നമ്മൾ പങ്കുകാരാണ്. അപ്പം ആ സ്ഥാപനങ്ങൾ എത്ര കാലം നിലനിൽക്കും? അപ്പം അതിൻ്റെയൊക്കെ ഒരു അജ്ർ നമുക്ക് കിട്ടും, അതിൻ്റെയൊക്കെ ഒരു അജ്ർ നമുക്ക് ലഭിക്കും. അതാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അവർ പറഞ്ഞു മാ ഖദ്ദമത് മിൻ അമലി ഖൈരിൻ ഔ ശർരിൻ വമാ അഖറത് മിൻ സുന്നത്തിൻ ഹസന ഔ സയ്യിഅ. ഒരാൾ നല്ലൊരു കാര്യം ബാക്കിയാക്കി, അപ്പം എന്ത് ചെയ്യും? ആ നല്ല കാര്യത്തിൻ്റെ അജ്ർ, അതിൻ്റെ സവാബ് എന്ത് ചെയ്യും? ഈ മനുഷ്യന് ലഭിക്കും.
അതേപോലെ തന്നെയാണ് ഒരു ചീത്ത കാര്യം ഒരാൾ തുടങ്ങി വെച്ചു. ഒരു പിന്നെ എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു ദിക്ർ ഹൽക്ക ഒരാൾ തുടങ്ങി. ഒരു ദിക്ർ ഹൽക്ക തുടങ്ങിയത് എത്ര കാലം നിലനിൽക്കുമോ, ആ ബിദഅത്ത് നിലനിൽക്കുമോ, അതിൻ്റെ തിന്മ അയാൾക്ക് കിട്ടും, അത് തുടങ്ങിയ ആൾക്ക് കിട്ടും. ആരാണോ ഒരു ബിദഅത്ത് ചെയ്യുന്നത്, ബിദഅത്ത് തുടങ്ങി വെക്കുന്നത്, അതിനെ പിന്തുടരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ പോലെ തന്നെ ആ തുടങ്ങി വെച്ച ആൾക്കും അതിൻ്റെ കുറ്റമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വമ അഖറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയാക്കുന്ന അസറുകളാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായി. മൂന്നാമത്തെ അഭിപ്രായം, ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ചെയ്ത കാര്യങ്ങൾ, മാ ഖദ്ദമത്തി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. വമ അഖറത്തി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, നമ്മൾ മരിക്കണതിൻ്റെ തൊട്ട് മുമ്പൊക്കെ അവസാന കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ, അതാണ് നമ്മൾ കണ്ടെത്തുക എന്നാണ് മൂന്നാമത്തെ തഫ്സീർ. അപ്പോൾ ഈ മൂന്ന് തഫ്സീറുകൾ, യഥാർത്ഥത്തിൽ ഈ മൂന്ന് തഫ്സീറുകളിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രബലമായത്, ഏറ്റവും നന്നായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത് പറഞ്ഞ തഫ്സീറാണ്. ഒന്ന്, നമ്മൾ ചെയ്ത, മുൻകൂട്ടി നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യും, നമ്മൾ കാണും. അതോടൊപ്പം തന്നെ അതിൻ്റെ നമ്മളുടെ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളും നമ്മൾ കണ്ടെത്തും. മനസ്സിലായില്ലേ? അനന്തരഫലങ്ങളും നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. നിങ്ങൾ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്. നമ്മളൊക്കെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും കണ്ടെത്തുന്നൊരു ദിവസം വരാനുണ്ട്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ എന്താകട്ടെ, അതൊക്കെ നമ്മൾ കണ്ടെത്തും, അത് ഉറപ്പാണ്. ഇത് അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറയാം, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ മുൻകൂട്ടി ചെയ്തത്, നിങ്ങൾ ചെയ്യാതെ ബാക്കി വെച്ചത്, ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു തരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്തു വെച്ചതായിട്ട് നമ്മുടെ കയ്യിലുള്ളത്? അവിടെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അവിടെ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റുമോ? നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാചകം എന്താ? ഫാത്തിമ എന്നാണ് പറയാ, ഫാത്തിമ യഅ്മലി, പൊന്നുമോളെ ഫാത്തിമ, നീ പ്രവർത്തിച്ചോ. ഫലൻ ഉഗ്നിയ അൻകി മിനല്ലാഹി ഷൈഅ, നിനക്ക് വേണ്ടി അള്ളാഹിൻ്റെ അടുക്കൽ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റൂല എന്ന് ആരോട് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ആ മകളോട് പറയാം, മോളെ ദുനിയാവിൽ നീ എന്നോട് എന്തും ചോദിച്ചോ, ഞാൻ തരാം, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. പക്ഷെ നാളെ പരലോകത്ത് നീ വിജയിക്കണോ, നിനക്ക് രക്ഷ വേണം, അമലുണ്ടാകണം, നീ തന്നെ ചെയ്യണം, നീ പ്രവർത്തിക്കണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന ഉപദേശം. റസൂലുള്ളാഹി ഒരു ഖബറിൻ്റെ സമീപത്തുകൂടെ അങ്ങനെ നടന്നു പോകുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, യാ യഖ്വാനി, എൻ്റെ പൊന്നു സ്വഹാബികളെ, പ്രിയപ്പെട്ട സ്വഹാബികളെ, നിങ്ങൾ ഇതുപോലെയുള്ളൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകൂ. നിങ്ങൾ ഖബറിൽ പോയി കിടക്കണം. ഖബറിൽ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാകുക അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഖബറിലെ ജീവിതത്തിന് വേണ്ടി തയ്യാറാകൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാൽ, നമ്മൾ ഖബറിൽ പോയി കിടക്കുമ്പോൾ, നാളെ നമ്മൾ പുനരുദ്ധാന നാളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ എന്തു വേണം? നമുക്ക് പിന്നെ മാ ഖദ്ദമത്ത് എന്ന് പറയുന്ന ആയത്തിൽ പറഞ്ഞ മുൻകൂട്ടി ചെയ്തതും ബാക്കിയാക്കിയതും നമുക്ക് ഉണ്ടാകണം. മനസ്സിലായില്ലേ? നോക്കൂ, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തൊക്കെ ചെയ്തു അദ്ദേഹം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പരലോകത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ തന്നെ മാ ഖദ്ദമത് വ അഖറത് എന്ന് പറഞ്ഞതുപോലെ അത് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും അദ്ദേഹത്തിന്? അദ്ദേഹം ഇസ്ലാമിൻ്റെ തുടക്കക്കാരനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഉപകാരപ്പെട്ട വ്യക്തിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒട്ടനവധി അടിമകളെ മോചിപ്പിച്ച വ്യക്തിയാണ്. പ്രവാചകൻ്റെ കൂടെ ഹിജ്റക്ക് പോയ സ്വഹാബിയാണ്. പ്രവാചകൻ്റെ സ്വാഹിബാണ്. ഖുർആൻ സിദ്ദീഖ് എന്ന് പരിചയപ്പെടുത്തിയ ആളാണ്. എന്തൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചുല്ലേ? ഭരണാധികാരിയായപ്പോൾ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, സ്വകാര്യമായി അദ്ദേഹം ചെയ്ത നന്മകൾ, ആരാധനകളിൽ അദ്ദേഹം കാണിച്ച താല്പര്യം, ആരാധനകളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന നിഷ്ഠ, ഇതൊക്കെ എന്ത് ചെയ്യും? അദ്ദേഹം ചെയ്തതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ബാക്കിയാക്കി അദ്ദേഹം. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മത്സരിച്ച ഒരാളാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
നമ്മുടെ നാട്ടിൽ കുറച്ച് മുമ്പ് വഖഫുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. വഖഫ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വഖഫുമായി ബന്ധപ്പെട്ട വിവാദം നടന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. സ്വാഭാവിക ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും. സ്വഹാബികളായ ആളുകൾ ചെയ്ത വഖഫുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബികളായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ചെയ്ത വഖഫുകൾ, അതിൽ ഇന്നും നിലനിൽക്കുന്ന വഖഫുകളുണ്ട്. ഇന്നും മുസ്ലിം സമൂഹം ഉപകാരമെടുക്കുന്ന വഖഫുകളുണ്ട് സൗദി അറേബ്യയിൽ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ മാ ഖദ്ദമതു വ അഖറത്തി എന്ന് പറയുമ്പോൾ അതിലെ അഖറത്ത് അവർ ബാക്കിയാക്കിയത് അവർക്കിന്നും കൂലി കിട്ടുകയാണ്. അപ്പം നമ്മളിത് ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മളിത് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലയ്യ മിൻ മാലിഹി ഖാലു യാ റസൂലല്ലാഹ് മാ മിന്നാ അഹദുൻ ഇല്ലാ മാലു വാരിസിഹി അഹബ്ബ ഇലൈഹി മിൻ മാലിഹി മാലുക മാ ഖദ്ദമത് വമാലു വാരിസക മാ അഖറത്. നബി പറഞ്ഞെന്തറിയോ, നമ്മൾ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സമ്പത്ത് അത് അനന്തരമാക്കി വെച്ച് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ? അനന്തരമാക്കി വെച്ച് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ചോദിച്ച് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തായാലും, നമ്മൾ എന്താണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത് അതാണ് എന്തുള്ളത്, മാ ഖദ്ദമത്ത്, നമ്മൾ പ്രവർത്തിച്ചത്, ദീനിൻ്റെ മാർഗത്തിൽ മാറ്റിവെച്ചത്, അതാണ് നമുക്ക് ബാക്കിയാവുക. അതല്ലാതെ നമ്മൾ ചെലവഴിച്ച ഈ ദീനിൻ്റെ കാര്യത്തിലല്ലാതെ നല്ല കാര്യത്തിനല്ലാതെ നമ്മൾ ചെലവഴിച്ചൊന്നും എന്തല്ല, നമുക്ക് ഉപകാരപ്പെടുന്ന അനന്തര സ്വത്തല്ല, അഖറത്തിൽ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെലവഴിക്കുമ്പോൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക. ഇപ്പം മക്കൾ, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, നബി പഠിപ്പിച്ച ഹദീസാണ്, എല്ലാവർക്കും അറിയാം. 3 കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും ഒരു മനുഷ്യൻ മരിച്ചാൽ. ഒന്നെന്താ? അതിലൊന്ന് സദഖത്തുൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നല്ല മക്കൾ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടികൾ. അപ്പോൾ മക്കളാ നിലയിൽ വളർത്തണം. നമ്മൾ മരിച്ചാലും അവരുടെ പ്രാർത്ഥനയുടെ അജ്ർ നമുക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പറഞ്ഞ നമ്മൾ പ്രവർത്തിച്ചതും അതേപോലെ തന്നെ ബാക്കിയാക്കിയതും അതിനെക്കുറിച്ച് ഗൗരവമായ ആലോചന നടത്തി പരലോകത്ത് അത് നേടിയെടുക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഒരൊറ്റ ഹദീസ് കൂടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് ചെന്ന് ചേരുന്ന ചില പ്രവർത്തികൾ, ഒരാൾ മരിച്ചാലും അയാൾക്ക് നന്മ ലഭിക്കുന്ന ചില പ്രവർത്തികളുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രവർത്തികൾ? ഒന്ന്, ഇൽമൻ അല്ലമഹു വനശറഹു. അറിവാണ്. എങ്ങനെയുള്ള? അല്ലമഹു വനശറഹു, അവൻ പഠിപ്പിച്ച, അവൻ പ്രചരിപ്പിച്ച. മനസ്സിലായോ? അപ്പം നമ്മളെല്ലാവരും പഠിക്കുകയാണ്. ഞാനും നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പ്രചരിപ്പിക്കുന്നുണ്ട്, നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് ചാനലുണ്ട്, സംവിധാനമുണ്ട്. അതേപോലെ തന്നെ അനേകായിരം ആളുകളുടെ ഇടയിലേക്ക് നമ്മളിത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് മരിച്ചാലും, ഇപ്പം ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലൊക്കെ നമ്മളെടുത്ത ഈ ക്ലാസ് ഇവിടെ ഉണ്ടാകും, അള്ളാഹു തൗഫീക്ക് നൽകിയാൽ. നമ്മൾ മരിച്ചാലും ആളുകളൊക്കെ അത് കേൾക്കും ചിലപ്പോൾ, ഇൻഷാ അള്ളാഹ്. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ അതെന്താണ്? അത് നമ്മൾ മരിച്ചാലും നമുക്ക് അറിവ് ലഭിക്കുന്ന, നമുക്ക് വിജ്ഞാനം ലഭിക്കുന്ന വഴിയാണ്. അപ്പം നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടി ധാരാളം പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ആരുടെയൊക്കെ ക്ലാസ്സുകളാണ്? ഷെഖ് സ്വാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ, ഷെഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരുടെ ദർസുകൾ ഇന്നും അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യണം? അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാനൊരിക്കൽ ഉനൈസയിൽ പോയി. സൗദി അറേബ്യയിലെ ഉനൈസയിൽ ഒരിക്കൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഉനൈസയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഷെഖ് സ്വാലിഹ് ഉസൈമീൻ്റെ നാടാണ് ഉനൈസ എന്ന് പറയുന്നത്. ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഉണ്ട്. അവിടെ ധാരാളം പ്രവർത്തനങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. അദ്ദേഹം മരണപ്പെട്ട് കാലമേറെയായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഇൽമുകളെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. പുസ്തകങ്ങൾ റീപ്രിൻ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ പുസ്തകമാക്കുന്നു. അപ്പോൾ അതാണ് ഇൽമൻ അല്ലമഹു വനശറഹു. നമ്മൾ പഠിച്ചു, അറിവ് നേടി. ആ അറിവ് എന്ത് ചെയ്തു? നമ്മൾ ആളുകളെ പഠിപ്പിച്ചു. അത് നമ്മൾ എന്ത് ചെയ്തു? ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. അപ്പം എന്ത് ചെയ്യും? അത് നമ്മൾ മരിച്ചാലും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വലദൻ സ്വാലിഹൻ തറക്കഹു, സ്വാലിഹായ ഒരു സന്താനത്തെ ബാക്കിയാക്കി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് എങ്കിൽ ആ കുട്ടിയിലൂടെ, അവൻ്റെ സൽക്കർമ്മങ്ങളിലൂടെ അത് നമുക്കും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വമുസ്ഹഫൻ വറതഹു, അനന്തരമാക്കിയ മുസ്ഹഫ്. ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരു ഖുർആൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു അറബി കോളേജ് കൊടുത്തു, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? നമ്മൾ ഖുർആൻ വാങ്ങിക്കൊടുത്തു. അപ്പം അയാളത് ഓതുന്നിടത്തോളം കാലം എത്ര ആളുകൾ അത് പാരായണം ചെയ്യോ അതിൻ്റെ അജ്ർ നമുക്ക് ലഭിക്കും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മസ്ജിദൻ ബനാഹു
ഒരു പള്ളി നിർമ്മിച്ചു, ആ പള്ളിയിൽ സുജൂദ് നടക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും? അതിൻ്റെ അജ്ർ അത് കൊടുത്ത ആൾക്ക് ലഭിക്കുന്നതാണ്. അത് കൊടുത്ത ആൾക്ക് നമ്മളൊന്നും ആലോചിക്കണം പോലെ ഒരു പള്ളി ഉണ്ടാക്കണം നമ്മൾ ആരെങ്കിലും ചിന്തിക്കലുണ്ടോ? ഒരു പള്ളി ഉണ്ടാക്കണം എന്ന് ആലോചിക്കാറുണ്ടോ? നോക്കൂ, നിങ്ങൾ എത്രയോ മനുഷ്യന്മാർ ആലോചിച്ച് അന്വേഷിച്ച് നടക്കുക എവിടെയാണ് പള്ളി ഉണ്ടാക്കുക. നമ്മുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ വലിയ വലിയ പൈസക്കാർക്കുള്ള അല്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. എവിടെയാണ് നന്മ ചെയ്യാൻ പറ്റുക അവിടെ നമ്മൾ ഇടപെടണം. ഏത് സമയവും മരണം വരാം. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയാക്കിയൊന്നും നമ്മളതല്ല. ബാങ്ക് ബാലൻസ് വേറുള്ളവർ എടുക്കും, അത് വീതം വെച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ചെയ്യാനുള്ളതൊക്കെ എന്ത് ചെയ്യുക? അതിൻ്റെ അർത്ഥം എല്ലാവരെയും കുടുംബക്കാരെയും പിന്നെ മക്കളെയൊക്കെ പട്ടിണിയിലേക്ക് തള്ളിയിടണമെന്നല്ല. മറിച്ച് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കുറേയൊക്കെ അത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതേപോലെ തന്നെ ഉബൈത്തൻ ലിബ്നി സബീലി ബനാഹു, നമ്മളൊരു വീടുണ്ടാക്കി. ഈ വഴിയാത്രക്കാരായ ആളുകൾക്കൊക്കെ താമസിക്കാൻ വേണ്ടി, യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർ കുടുങ്ങുമ്പോൾ അവരെ താമസിപ്പിക്കാൻ വേണ്ടി, അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു വീടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അത് മരണത്തിൻ്റെ ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഔ നഹ്റൻ അജ്റാഹു, ഒഴുകുന്നൊരു നദി, അഥവാ വെള്ളം കൊടുത്തു, വെള്ളം കിട്ടുന്നൊരു വഴി എന്ത് ചെയ്തു? ഉണ്ടാക്കി വെച്ചു. ഇതൊക്കെ മരണത്തിൻ്റെ ശേഷവും നമ്മളിലേക്ക് വന്നു ചേരുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എന്നിട്ട് കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിൽ വരേണ്ട എന്തറിയോ? ഞാൻ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, ഓരോ ആത്മാവും എന്ത് ചെയ്യും? അന്ന് കാണും അവൻ ചെയ്തതും ചെയ്യാൻ ബാക്കി വെച്ചതും. അതുകൊണ്ട് റബ്ബേ, ഞാൻ ചെയ്തത് ഇന്നതൊക്കെ ഉണ്ടെന്ന് പറയാൻ കർമ്മങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ മരിച്ചാലും നന്മകൾ ലഭിക്കുന്ന പ്രവർത്തികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി നമുക്ക് 6-ാമത്തെ ആയത്ത് പഠിക്കാം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഇത് പലതവണ ആവർത്തിച്ച് നമ്മൾ ഓതി ബൈഹാട്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യന്മാരെ. ഇൻസാൻ പറഞ്ഞാൽ മനുഷ്യന്മാരാണ്. യാ എന്ന് പറഞ്ഞാൽ നിദാണ്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യന്മാരെ, ഹേ മനുഷ്യ. മാ ഗർറക, മാ ഗർറക, മാ ഗർറക, നിന്നെ വഞ്ചിച്ചതെന്താണ്? മാ ഗർറക, നിന്നെ വഞ്ചിച്ചതെന്താണ്? ബിറബ്ബിക, നിന്റെ റബ്ബിനെ കുറിച്ച്. അൽ കരീം, മാന്യനായ, ഉദാരനായ, ആദരണീയനായ. മനസ്സിലായില്ലേ? എന്താ ഒന്നായിട്ട് അർത്ഥം പറയാ? ഹേ മനുഷ്യ, ഉദാരനായ, മാന്യനായ നിന്റെ റബ്ബിനെ കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? ബി റബ്ബിക, എന്താ ഈ റബ്ബിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ? റബ്ബിനെ വഞ്ചിക്കുന്ന, റബ്ബിനെ വിശ്വസിക്കുന്ന വിഷയത്തിൽ വഞ്ചന കാണിച്ച ആൾക്കാരുണ്ട്, അംഗീകരിക്കുന്ന വിഷയത്തിൽ വഞ്ചന കാണിച്ച ആൾക്കാരുണ്ട്, സത്യപ്പെടുത്തുന്ന വിഷയത്തിൽ വഞ്ചന കാണിച്ച ആൾക്കാരല്ലേ. അള്ളാനെ ധിക്കരിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, അള്ളാനെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്, ദൈവമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ ആളുകളൊക്കെയാണ് അവർ ഈ റബ്ബിൻ്റെ നിഅമത്തുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അവർ ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അത് അവരുണ്ടാക്കിയതല്ല, അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെതാണ്. ആ അനുഗ്രഹങ്ങളും പിന്നെ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അത് നൽകിയ സൃഷ്ടാവിനെ വഞ്ചിക്കുകയാണ്, അത് നൽകിയ റബ്ബിനെ വഞ്ചിക്കുകയാണ്. അൽ കരീം എന്ന് പറഞ്ഞാൽ, അൽ കരീം ഗുണവും ഫലവുമെല്ലാം മികച്ചത് ലഭിക്കുന്ന ഒരു ഇടമെന്നാണ്. ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്ന, ഏറ്റവും മികച്ചത് ലഭിക്കുന്ന. അപ്പം ഖുർആനെ കുറിച്ച് ഖുർആൻ കരീം, ഖുർആൻ കരീം എന്ന ഖുർആൻ ഏറ്റവും മികച്ചതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുൻ കരീം, അതെ ജിബ്രീൽ അലൈഹിസ്സലാമയെ കുറിച്ച് പിന്നെ റസൂലുൻ കരീം എന്നൊക്കെ പ്രയോഗിച്ചിട്ട് അവരേറ്റവും എന്താണ്? മഹത്വമേറിയവരാണ്, ഏറ്റവും നല്ലത് ലഭിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കാരുണ്യവാനായ, കരുണാനിധിയായ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നിന്റെ റബ്ബിനെ വഞ്ചിച്ചത്, നിന്നെ ആ റബ്ബിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചത് എന്താണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു ഗുണമാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്, അവനിൽ നിന്നുള്ള എല്ലാ നന്മയും വിശാലമാണ്. ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കും ധാരാളം അള്ളാഹു അത് നൽകും, അല്ലേ? എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, തഫ്സീറുകൾ കാണാം. ഫയഖൂലു ഇബ്നു ആദം മാ ഗർറക ബി ഇബ്നു ആദം മാ ഗർറക ബി മാദാ അജബത് അൽ മുർസലീൻ, എന്ത് നീ പ്രവാചകന്മാർക്ക് മറുപടി കൊടുക്കാഞ്ഞത്, പ്രവാചകന്മാരെ സ്വീകരിക്കാഞ്ഞത്? അതേപോലെ തന്നെ മാദാ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞത്, നീ മനസ്സിലാക്കിയത് എന്തേ നീ പ്രവർത്തിക്കാഞ്ഞത്? അതൊക്കെ പ്രവർത്തിക്കാതിരിക്കുക, പ്രവാചകന്മാർക്ക് ഉത്തരം കൊടുക്കാതിരിക്കുക, അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുക, ഇതൊക്കെ എന്താണ്? വഞ്ചനയാണ്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവനായ അള്ളാഹു. അല്ലദീ, യാതൊരുവൻ, ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക, എന്നിട്ട് നിന്നെ ശരിപ്പെടുത്തി, ഫഅദലക,
എന്നിട്ട് നിന്നെ പാകപ്പെടുത്തി ഒപ്പിച്ചു ശരിയാക്കി. എന്താ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാന്യനാണ്, ഉദാരനാണ്, നമ്മുടെ റബ്ബാണ്. ആ റബ്ബിനെ എന്ത് ചെയ്തു? വഞ്ചിക്കാണ് ആൾക്കാർ. ആ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, അവൻ അനുസരിക്കുന്ന വിഷയത്തിൽ, അവനെ സത്യപ്പെടുത്തുന്ന വിഷയത്തിലൊക്കെ ആളുകൾ വഞ്ചന കാണിക്കാണ്. ആ റബ്ബ് എങ്ങനെയുള്ളവനാണ്? അവൻ നിന്നെ സൃഷ്ടിച്ചവനാണ്. അതേപോലെ തന്നെ അവൻ നിന്നെ ശരിപ്പെടുത്തിയവനാണ്, അവൻ നിന്നെ പാകപ്പെടുത്തിയവനാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? പറയപ്പെടാൻ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ ഉണ്ടായി, നമ്മൾ വന്നു, നമ്മൾ ജനിച്ചു, നമ്മൾ വളർന്നു അല്ലെ? നമുക്കൊരു രൂപം നൽകി. അപ്പം അള്ളാഹു നമുക്ക് ജീവൻ നൽകി അള്ളാഹു. എന്നാൽ അള്ളാഹു നമ്മളെ ശരിപ്പെടുത്തി, അവൻ നമ്മളെ പാകപ്പെടുത്തി. ഇപ്പം നോക്കൂ നിങ്ങൾ, നമ്മുടെ കൈകൾ രണ്ടും ഒരേപോലെയാണ് അല്ലേ? ഒരു കൈ കുറച്ചും കൂടി നീളം കൂടുതലാണെങ്കിൽ എന്തേക്കാര അവസ്ഥ? നമ്മുടെ രണ്ട് കൈയും അത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടാൻ പറ്റും അല്ലേ? നമ്മുടെ കൈപ്പത്തി എടുത്ത് നോക്കൂ നിങ്ങൾ, കൈപ്പത്തി നമ്മളിങ്ങനെ ചേർത്ത് വെച്ചാൽ ഒക്കെ ഒരേപോലെയാണ്. ഇതിൽ ഒരു കൈ കുറച്ച് നല്ല നീളമുണ്ടെന്ന് വിചാരിച്ച് നോക്കും, ഒന്ന് ചെറുതാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അത് ഒരു ചെവി ഭയങ്കര വലിയ ചെവി, ഒന്നൊരു ചെറിയ ചെവിയാണ് വിചാരിച്ചു നോക്കി. അപ്പം നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരിപ്പെടുത്തി, അള്ളാഹു നമ്മളെ പടച്ചു അല്ലേ? എന്നിട്ട് അവൻ നമ്മളെ ശരിപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല രീതിയിൽ. ഈ സൃഷ്ടിപ്പിനെ മോശമായി ആർക്കും പറയാൻ പറ്റുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിലാണ് എന്ത് ചെയ്ത് അള്ളാഹു നമ്മളെ പടച്ചത്. നമുക്ക് നിറം നൽകിയിട്ടുണ്ട്, ഒരേ നിറം. ഇപ്പം നമ്മൾ ഈ കൈ മാത്രം ഫുള്ള് വെളുത്ത ഒരു വൈറ്റ് നിറാന്ന് വിചാരിക്കുക, മറ്റേതൊരു കറുത്ത നിറാണെങ്കിൽ എന്തേക്കാരം എൻ്റെ അവസ്ഥ? അപ്പോൾ എല്ലാ രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമ്മളെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു വീണ്ടും പറഞ്ഞു, ഫി അയ്യി സൂറത്തിൻ മാ ശഅ റക്കബക്, ഫി അയ്യി സൂറത്തിൻ മാ ശഅ റക്കബക്, അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു. ഫി അയ്യി സൂറത്തിൻ, ഏതോ ഒരു രൂപത്തിൽ, മാ ശഅ, അവൻ ഉദ്ദേശിച്ച, റക്കബക, അവൻ നിന്നെ സംഘടിപ്പിച്ചു, അവൻ കൂട്ടിച്ചേർത്തു. എന്താ ഞാൻ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റവും നല്ല വല്ലാത്തൊരു രൂപത്തിലാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച രൂപത്തെ ഒരാൾക്കും ഒരു മോശം പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ നല്ല രൂപം ഏതഞ്ഞ്? ലോകത്തുള്ള സൃഷ്ടികൾ എടുത്ത് നോക്കൂ നിങ്ങൾ, അതിൽ ഏറ്റവും മനുഷ്യൻ അവൻ്റെ തല ഉയർത്തിപ്പിടിച്ച്, അവൻ്റെ മുതുക് നിവർത്തിപ്പിടിച്ചാൽ നിൽക്കണം. മൃഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അവൻ്റെ ഘടന അതെത്ര ഭംഗിയുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിച്ച മഹനീയമായ രൂപത്തിലാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത്. ഏറ്റവും ആദരണീയമായ രൂപത്തിലാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത കുഞ്ഞുണ്ടാകാം. അതേപോലെ തന്നെ അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗമില്ലാത്ത, ഒരു വൈകല്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മുഖച്ഛായ ചില ആൾക്കാർക്ക് ഉണ്ടാകാം. മറ്റു ചില ആളുകൾക്ക് കുടുംബങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപം ഉണ്ടാകും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം, അനുജന് മുഴുവൻ പെൺകുട്ടികൾ, അല്ലെങ്കിൽ അനുജൻ ആൺകുട്ടികളും പെൺകുട്ടികളും, ജ്യേഷ്ഠന് മുഴുവൻ പെൺകുട്ടികൾ മാത്രം. ഇതൊക്കെ സംഭവിക്കാം അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അല്ലെ? ചില ആൾക്കാരുടേത് വളരെയധികം സുന്ദരന്മാരായിരിക്കും, ചില ആളുകൾ ആവറേജ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ചില വിരൂപത ചിലപ്പം നൽകും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിൽ, ഫി അയ്യി സൂറത്തിൻ മാ ശഅ റക്കബക്, അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചു, കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം എന്താ പറയുക? അള്ളാഹു നമുക്കൊക്കെ ഒരു രൂപം നൽകിയിട്ടുണ്ട്, സുന്ദരമായ രൂപം നൽകിയിട്ടുണ്ട്. നമ്മളിതിനെ വികൃതമാക്കാൻ പാടില്ല അല്ലേ? അള്ളാഹു നമ്മളോട് ചോദിക്കുക, എന്താണ് മനുഷ്യ നിന്റെ റബ്ബിൻ്റെ വിഷയത്തിൽ, ആദരണീയനായ നിന്റെ റബ്ബിൻ്റെ വിഷയം നിന്നെ വഞ്ചിച്ചത് എന്താ? അവൻ നിന്നെ പടച്ചു, അവൻ നിന്നെ ശരിയാക്കി, ഏറ്റവും നല്ല രീതിയിൽ അവൻ ഉദ്ദേശിക്കുന്ന മഹനീയമായ രൂപത്തിൽ നിന്നെ അവൻ പടച്ചു. അപ്പം ആ റബ്ബിനോട് നമുക്കുള്ളൊരു ബാധ്യതയാണെന്ത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ രൂപത്തെ നമ്മൾ വികൃതാക്കാൻ പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത്. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ മൊട്ടയടിക്കാൻ പാടില്ല. സ്ത്രീകൾ മൊട്ടയടിക്കാൻ ചെറിയൊരു വിഷയമാണ്, ഒരു മസ്അലയാണ്. അവർ മൊട്ടയടിക്കാൻ പാടില്ല. ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളോട് ഖുത്ബ പറഞ്ഞു, എന്താണ്? സ്വതക്ക കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുകയും വനഹാന അനിൽ മുസ്ല, പ്രവാചകൻ മുസ്ലയെ വിരോധിച്ചു എന്നാണ്. ഈ മുസ്ല കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ മൊട്ടയടിക്കുക എന്നാണ്. അവിടെ വേറെ മസ്അല കൂടെ വരുന്നുണ്ട്. സ്ത്രീകൾ മൊട്ടയടിക്കാൻ പാടില്ല. അത് ചെറിയ പെൺകുട്ടികളല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു കുട്ടി ജനിച്ചാൽ അവിടെ എന്ത് ചെയ്യണം? അഖീഖ ഇറക്കണം, ചേലാകർമ്മം നടത്തണം, മുടി കളയണം. അത് സുന്നത്താണ് ചെറിയ കുട്ടികൾക്ക്. എന്നാൽ പ്രായമെത്തിയ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ മൊട്ടയടിക്കാൻ പാടില്ല. അള്ളാഹു അവർക്ക് നൽകിയ രൂപത്തിൽപ്പെട്ടതാണ് അവർക്ക് മുടി നൽകി എന്നുള്ളത്. അവർക്ക് നീണ്ട മുടികൾ നൽകി, അത് അവരുടെ രൂപമാണ്. അപ്പം അതിനെ നമ്മൾ വികൃതാക്കാൻ പാടില്ല. മനസ്സിലായില്ല? അതിനെ നമ്മൾ വികൃതാക്കാൻ പാടില്ല. അതേമാതിരി പുരുഷന്മാർക്ക്
അള്ളാഹു സ്ത്രീകൾക്ക് തലയിൽ വലിയ ദീർഘമായ മുടി നൽകി, പുരുഷന്മാർക്കോ അവരുടെ മുഖത്താണ് താടി രോമം നൽകിയത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മുസ്ല നടത്താൻ പാടില്ല, പുരുഷന്മാർ വടിച്ചു കളയാൻ പാടില്ല. അത് വികൃതമാക്കലാണ്. അള്ളാഹു നൽകിയ രൂപത്തെ വികൃതമാക്കലാണെന്ത്? താടി വടിച്ചു കളയാന്നുള്ളത്. താടി വളർത്തുക എന്നുള്ളതാണ് അള്ളാഹു നൽകിയ രൂപത്തെ ആദരിക്കൽ. അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരികൾ, ഭാര്യമാർ, പെൺമക്കൾ, ഇവരൊക്കെ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരോട്, ജ്യേഷ്ഠനോട്, മക്കളോട് എന്ത് പറയണം? അള്ളാഹു നിങ്ങൾക്ക് നൽകിയ രൂപത്തോട് അനാദരവ് കാണിക്കരുത്. എന്താ ഈ അനാദരവ്? ബ്ലേഡ് ഉപയോഗിച്ച് താടി വടിച്ച് കളയുക എന്നുള്ളത് എന്താ? അത് നമ്മുടെ രൂപത്തോട് നമ്മൾ കാണിക്കുന്ന അനാദരവാണ്. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീൻ വഫിറുൽ ലിഹ്യ വഅഹ്ഫു ശവാരിബ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുശ്രിക്കുകളോട് നിങ്ങൾ വിഭിന്നരാവണം. നിങ്ങൾ താടി വളർത്തണം, മീശ നിങ്ങൾ വെട്ടണം. അത് പുരുഷന്മാരോടുള്ള കൽപ്പനയാണ്. മിൻ ഫിത്രത്തിൽ ഇസ്ലാം, നബി പറ, മിൻ ഫിത്രത്തിൽ ഇസ്ലാം, ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട കാര്യം. അൽ ഗുസ്ലു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അതിൽപ്പെട്ടതാണ് വഅഖദു ശാരിബി വയഹ്ഫാഹു ലിഹിയ, താടി വളർത്തലും അതേപോലെ തന്നെ മീശ വെട്ടൽ എന്താണ്? ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മജൂസികളായ ആളുകൾ, യഹൂദികളായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ അവർ താടി വടിക്കുകയും മീശ വളർത്തുകയും ചെയ്യും. അതിൽ നിന്ന് എതിരാകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നബിൻ്റെ അടുക്കിലേക്ക് മജൂസിയായൊരു മനുഷ്യൻ വന്നു. അപ്പോൾ താടി വടിച്ചു കളഞ്ഞിട്ടുണ്ട്. അയാൾക്ക് മീശ, വലിയ മീശ ഉണ്ട്. അപ്പം നബി ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഹാദാ ദീനുന, ഇത് ഞങ്ങളുടെ ദീനാണ്, ഇത് ഞങ്ങളുടെ ദീനാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാക്കിൻ ഫീ ദീനിന, ഇത് ഞങ്ങളുടെ ദീനിൽ പെട്ടതല്ല. ഞങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് താടി നീട്ടി വളർത്തലാണ്, അതേപോലെ തന്നെ മീശ ചെറുതാക്കി വെട്ടലാണ്. അതാണ് ഞങ്ങളുടെ ദീനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു രാജാവിൻ്റെ ദൂതൻ കടന്നു വരുന്നുണ്ട്. ഒരു രാജാവിൻ്റെ ദൂതൻ ചില കാര്യങ്ങൾ പ്രവാചകനെ അറിയിക്കാൻ വേണ്ടി മറ്റൊരാൾ പറഞ്ഞയച്ചതാണ്. ഒരു ദൂതനായി വരികയാണ്. അയാളുടെ മുഖത്ത് പോലും നബി നോക്കിയില്ല, മുഖത്ത് നോക്കാൻ പോലും ചെയ്തില്ല, നബി മനസ്സ് കാണിച്ചില്ല. സാധാരണ ഈ ദൂതന്മാർ സന്ദേശവുമായി വരുന്ന ആൾക്കാരെ നന്നായി സ്വീകരിക്കണം. പക്ഷെ നബി അയാളുടെ മുഖത്ത് പോലും നോക്കി, കാരണം അയാൾ താടി വടിച്ച ആളായിരുന്നു. അയാൾ താടി വടിച്ച ആളായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നുണ്ട്, മാ ഹമലക അലാ ഹാദാ ഖാല ഇന്ന റബ്ബി അമറനി ബിഹാദാ, ഇതേ രീതിയിലാകാൻ ആരാ നിന്നോട് കൽപ്പിച്ചത്? ഇങ്ങനെ താടിയൊക്കെ വടിച്ച് മീശയൊക്കെ വളർത്തി ഈ രീതി സ്വീകരിക്കാൻ ആരാ നിന്നോട് കൽപ്പിച്ചത് എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അമറനി ഇന്ന റബ്ബി അമറനി ബിഹാദാ, എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബ് പറഞ്ഞാൽ മൂപ്പര് ഉദ്ദേശിക്കുന്ന ആര്യ? രാജാവാണ്. എൻ്റെ യജമാനൻ, എൻ്റെ റബ്ബാണ് ഇതെന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നബി പറഞ്ഞ വാചകം എന്താ അറിയോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല അമറനി അൻ ഉവഫിറ ലിഹ്യതി വഉഖ്ഫി ശാരിബിന, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് താടി വളർത്താനാണ്, മീശ വെട്ടാനാണ്. അപ്പം ഇഞ്ഞു പറയും സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ താടി വളർത്തണോ? താടി വളർത്താൻ വേണ്ടത് അത് പ്രബലമായ സുന്നത്താണ്, നബിയുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തൊക്കെ പഠിച്ചു പോകുമ്പോൾ ഇത്തരം മസ്അലകൾ കൂടെ നമ്മൾ അതിലെന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നബി ധാരാളം താടിയുള്ള വ്യക്തിയായിരുന്നു. അബൂബക്കർ അല്ലാഹു, ഉമർ അല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ്, സ്വഹാബികളൊക്കെ താടിയുള്ള ആൾക്കാരായിരുന്നു. ആളുകൾ പരിഹസിക്കും ചിലപ്പോൾ, താടിയൊക്കെ വളർത്താന്ന് പറഞ്ഞാൽ അത് പ്രാകൃതമാണ്, മോശമാണ്. അത് പറഞ്ഞോട്ടെ, നമുക്ക് കൂലിട്ടാനല്ലേ, എത്ര കാലം നമ്മൾ ജീവിക്കുക? താടി എന്നുള്ളത് അഭംഗിയാണോ? അല്ല, അത് മനുഷ്യന്റെ രൂപത്തിൽപ്പെട്ടതാണ് എന്നാണ് പരിശുദ്ധ ദീന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, ഫി അയ്യി സൂറത്തിൻ മശഅ റക്കബക്, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, അങ്ങനെ വേണ്ട, പക്ഷെ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിയിരിക്കുന്നു. പരലോകത്തെ അവർ കളവാക്കി, പ്രതിഫല ദിവസത്തെ കളവാക്കി എന്നതാണ് പ്രശ്നം. അവർ റബ്ബിനെ വഞ്ചിച്ചു, അല്ലേ? റബ്ബ് നല്ല രീതിയിൽ സൃഷ്ടിച്ചു, റബ്ബ് നല്ല രീതിയിൽ ശരിപ്പെടുത്തി, മാന്യമായ രൂപമൊക്കെ നൽകി, എന്നിട്ടും അവരെന്ത് ചെയ്യണം? ഇതൊക്കെ ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ച പ്രതിഫല നാളുണ്ട്, അതിനെ കളവാക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഈ അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുക, കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നല്ല രൂപം നൽകിയിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹു നേരായ രീതിയിൽ സൃഷ്ടിച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ പ്രതിഫല നാളിനെ കളവാക്കുകയാണെങ്കിൽ, നിങ്ങളല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നെറികേട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഏതൊരു അന്ത്യദിനത്തെയാണോ നിങ്ങൾ കളവാക്കുന്നത്, ഏതൊരു പരലോകത്തെയാണോ നിങ്ങൾ കളവാക്കുന്നത്, വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടാകും, സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടാകും. അഥവാ
നമ്മൾ എന്ത് ചെയ്താലും അത് രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. വ ഇന്ന അലൈക്കും, നിശ്ചയമായി നിങ്ങളുടെ മേലുണ്ട് ലഹാഫിളീൻ, സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. എങ്ങനെയുള്ളവരാണ് അവർ? കിറാമൻ കാത്തിബീൻ, അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ. കിറാമൻ അതായത് ചില മാന്യന്മാർ, കാത്തിബീൻ എഴുത്തുകാരായ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ അറിയുന്നു. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ അറിയുന്നു. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ പരലോകത്തെ കളവാക്കി, നിങ്ങൾ പരലോകത്തെ നിഷേധിക്കണം. അങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞോളി. ഈ ദുനിയാവിൽ നിങ്ങളുടെ മേൽ എന്തുണ്ട്? മാന്യന്മാരായ എഴുത്തുകാരുണ്ട്, നിങ്ങളുടെ മേൽ നിരീക്ഷകരായ ആൾക്കാരുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവരറിയുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങൾ വരെ, ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാണ്, നമ്മുടെ വിചാരങ്ങൾ വരെ അറിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചു, അയാൾ നന്മ ചെയ്തിട്ടില്ല. ആ നന്മ ചെയ്യാൻ വിചാരിച്ച ആൾക്ക് വേണ്ടി അള്ളാഹു ആ നന്മ രേഖപ്പെടുത്താൻ മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാ. അപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും മലക്കുകൾക്ക് അറിയാൻ സാധിക്കും. അള്ളാഹു ആ കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളുടെ രേഖ നാളെ പരലോകത്ത് ലഭിക്കും. നിഷേധിക്കുന്ന മനുഷ്യന്മാരെ, തള്ളിക്കളയുന്ന ആൾക്കാരെ, പരലോകത്തെ നിന്ദിക്കുന്ന മനുഷ്യന്മാരെ മരണാനന്തരം എന്ത് ചെയ്യും? ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ എന്നവർ വിലപിക്കുന്നതാണ്. നാളെ ഗ്രന്ഥം കിട്ടും കയ്യിൽ. അപ്പോൾ ഒരു പറയുന്നത് എന്തൊരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു പുസ്തകമാണ്, ചെറുതും വലുതുമായ ഒന്നും വിട്ടേച്ചു. അപ്പം അവർക്ക് ബോധ്യമാകും ഞങ്ങളുടെ മേൽ നിരീക്ഷകരുണ്ടായിരുന്നു, മാന്യന്മാരായ എഴുത്തുകാർ. എന്തൊരു പ്രയോഗം അത്, മാന്യന്മാരായ എഴുത്തുകാർ. നോക്കൂ നിങ്ങൾ, മലക്കുകൾ മാന്യന്മാർ, അവരെ സ്വാധീനിക്കാൻ പറ്റൂല, അവർക്ക് പണം കൊടുക്കാൻ പറ്റൂല, അവരെ നമ്മുടെ ഭാഗത്താക്കി നമുക്ക് അനുകൂലമായി എഴുതിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. എന്താണോ നമ്മൾ അതവർ രേഖപ്പെടുത്തും, അത് അവരുടെ ജോലിയാണ്. അള്ളാഹു പറഞ്ഞത്, അള്ളാഹിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്ന ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അധ്യായത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസരംഗത്തേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ അധ്യായത്തെ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് 12-ാമത്തെ ആയത്ത് വരെയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.